അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു കഅബാലയത്തിൻ്റെ മുകളിൽ കയറി വാങ്ക് കൊടുക്കാൻ പോകുമ്പോൾ താഴെ ഏറെ അസ്വസ്ഥരായ 3 പേർ ഉണ്ടായിരുന്നു എന്ന് നാം പറഞ്ഞു. ഒന്നാമത്തേത് അബൂ സുഫിയാൻ തന്നെയായിരുന്നു. രണ്ടാമത്തേത് ഹാരിസ് ബിൻ ഹിഷാം. മൂന്നാമത്തേത് ഇത്താബ് ബിൻ ഉസൈദ്. അവർക്ക് താങ്ങാൻ കഴിയാവുന്നതിലപ്പുറം വലിയ ഒരു രംഗത്തിനായിരുന്നു അവർ സാക്ഷ്യം വഹിച്ചിരുന്നത്. കൂട്ടത്തിൽ ഏറ്റവും അധികം മാനസികമായ വേദനയും നിരാശയും പ്രതിഷേധവും എല്ലാം രേഖപ്പെടുത്തിയത് ഇത്താബ് ബിൻ ഉസൈദ് ആയിരുന്നു. ഇത്താബ് ബിൻ ഉസൈദ് പറഞ്ഞു, മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കറുത്ത കാക്കയെ അല്ലാതെ മറ്റാരെയും കിട്ടിയില്ലേ എന്ന് പറഞ്ഞു. മാത്രമല്ല അദ്ദേഹം ഇത്ര വരെ പറഞ്ഞു, എൻ്റെ പിതാവ് ഉസൈദ് മരിച്ചു പോയത് ഭാഗ്യം. ഈ രംഗമൊക്കെ കാണേണ്ട ദുർഗതി പിതാവിനുണ്ടായില്ലല്ലോ എന്ന്. ആരും കേൾക്കാത്ത വിധത്തിൽ മനസ്സിലെന്നോണമാണ് ഇവർ 3 പേരും ഒഴിഞ്ഞിരുന്ന് ഈ രംഗങ്ങൾ കണ്ടുകൊണ്ട് ഇങ്ങനെ പറയുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമതായി ഹാരിസ് ബിൻ ഹിഷാം പറഞ്ഞു, സംഗതി മുഹമ്മദിൻ്റെ കാര്യം സത്യമാണ് എന്ന് മനസ്സിലാകുന്നുണ്ട് എങ്കിൽ ഞാൻ പിന്തുടരുമായിരുന്നു. പക്ഷേ എനിക്കെങ്ങനെ ആലോചിച്ചിട്ടും മുഹമ്മദിൻ്റെ കാര്യം സത്യമാണ് എന്ന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ അംഗീകരിക്കാത്തത് എന്ന് പറഞ്ഞു ഹാരിസ് ബിൻ ഹിഷാം. അബൂ സുഫിയാൻ പറഞ്ഞു, അബൂ സുഫിയാനിൽ പക്ഷേ മാറ്റമുണ്ടായിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നതായി കണ്ടത്. അബൂ സുഫിയാൻ്റെ മനസ്സ് പക്ഷേ ഇസ്ലാമിനോടും ഇസ്ലാമിക സാഹചര്യങ്ങളോടും ഇണങ്ങി വരുന്നേയുള്ളൂ. അതുകൊണ്ട് തന്നെ അബൂ സുഫിയാൻ പറഞ്ഞു, ഞാനൊന്നും പറയുന്നില്ല. ഞാൻ എന്തെങ്കിലും ഉരിയാടിയാൽ ഇവിടെ ഈ കാണുന്ന കല്ലുകൾ, ചരൽ കല്ലുകൾ, അവ പോലും അത് കേട്ട് മുഹമ്മദിൻ്റെ ചെവിയിലെത്തിക്കും. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. വളരെ സ്വകാര്യമായി മനസ്സിലെന്നോണം 3 പ്രധാനികൾ നടത്തിയ ഈ കമൻറ്റുകൾ. പക്ഷേ അപ്പോഴുണ്ടായ സംഭവം എന്താണെന്നറിയാമോ? തികച്ചും യാദൃച്ഛികമെന്നോണം ആരോ വിളിച്ചു വരുത്തിയതുപോലെ, ആരോ പറഞ്ഞയച്ചതുപോലെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ 3 മുമ്പിലേക്ക് ഇങ്ങോട്ട് വന്നു. എന്നിട്ട് നബി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അബൂ സുഫിയാൻ, താങ്കളല്ലേ ഇങ്ങനെ പറഞ്ഞത്? ഹാരിസ്, താങ്കളല്ലേ ഇങ്ങനെ പറഞ്ഞത്? ഇത്താബ്, താങ്കളല്ലേ ഇങ്ങനെ പറഞ്ഞത്? അവർ മനസ്സിൽ കരുതിയതുപോലെ പറഞ്ഞ ആ കാര്യങ്ങൾ ഓരോന്നും അതേപടി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ഇങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു അനുഭവം എന്തായിരിക്കും? നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അത് അവരവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഞെട്ടലിൻ്റെ മുമ്പിലായിരിക്കും എത്തിച്ചേർന്നത്. കാരണം ഒരാൾ പോലും കേൾക്കാൻ സാധ്യതയില്ലാത്ത വർത്തമാനങ്ങൾ കേട്ട ഒരാൾക്ക് അവിടെ പോയി പറഞ്ഞു കൊടുക്കാൻ പോലും സമയമില്ലാത്ത ഞൊടിയിടക്കുള്ളിൽ അതേപോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് പറഞ്ഞിരിക്കുകയാണ്. നോക്കൂ, അവരുടെ കണ്ണിൻ്റെയും മനസ്സിൻ്റെയും പച്ചയായ ജീവിത അനുഭവത്തിൻ്റെയും മുമ്പിൽ ഇത്തരം ഒരു അനുഭവം ഇന്നുവരെ ഉണ്ടായിട്ടുണ്ടാവില്ല. അവരത്ഭുതപ്പെട്ടു പോയി. 2 പേർ ഉടനെ ചാടി വീണു. മഹാനായ നബിയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് അവർ പറഞ്ഞു, നഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. അങ്ങ് റസൂൽ തന്നെയാണ്, ഞങ്ങൾക്കത് ബോധ്യമായിരിക്കുന്നു.
ഇനി ഞങ്ങൾക്ക് ഒരു പരീക്ഷണത്തിൻ്റെ സഹായം ആവശ്യം വരില്ല. ഞങ്ങൾക്കൊരു ചിന്തയുടെയും മനനത്തിൻ്റെയും പര്യവേഷണത്തിൻ്റെയും ഒന്നും ഈ ആവശ്യം ഇക്കാര്യത്തിൽ വരില്ല. അങ്ങ് പ്രവാചകനാണ് എന്നതിൻ്റെ നേർ സാക്ഷ്യങ്ങളാണ് ഞങ്ങൾ അനുഭവിച്ചിരിക്കുന്നത്. അവർ ഇസ്ലാമിലേക്ക് വന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയ പ്രത്യേകതയായിരുന്നു ഇതെല്ലാം. മക്കായിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ആൾക്കാർ ഇസ്ലാമിലേക്ക് വന്നു. അങ്ങനെ ഒരുപാട് അത്ഭുതകരമായ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടായിരുന്നു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക മോചിപ്പിച്ചെടുത്തത്. പക്ഷേ മറ്റൊരു കാര്യം നമ്മളൊപ്പം പറയാതിരിക്കാൻ വയ്യ. മക്കായിലെ അന്നുണ്ടായിരുന്ന ഖുറൈശികളായ മുശ്രിക്കുകളായ എല്ലാവരും ഇതെല്ലാം സഹിക്കുകയായിരുന്നുവോ? അല്ല ഇതിനെല്ലാം നിന്നു കൊടുക്കുക മാത്രമായിരുന്നുവോ? ഒരിക്കലുമല്ല. മറിച്ച് അവരെല്ലാവരും കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വരികയായിരുന്നു. പരിശുദ്ധ കഅബാലയത്തിൻ്റെ മുമ്പിൽ നിന്ന് നേരെ സഫാ കുന്നിലേക്ക് കയറിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ഓരോരുത്തരുമായി നബിയുടെ മുമ്പിൽ വരികയും ഷഹാദത്ത് ചെല്ലുകയും അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ഞാൻ എൻ്റെ ജീവിതം തീരെഴുതി നൽകാൻ തയ്യാറാണ് എന്ന് ബൈഅ പ്രതിജ്ഞ ചെയ്യുകയുണ്ടായി. ഇവിടെ നമുക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട്. തൻ്റെ ജന്മശത്രുക്കളായിരുന്ന മക്കക്കാർക്കെല്ലാം മഹാനായ നബി മാപ്പ് നൽകി. പക്ഷേ നബിക്ക് അങ്ങനെ മാപ്പ് നൽകാൻ കഴിയാത്ത ചിലരും അവിടെ ഉണ്ടായിരുന്നു. അവരോട് ക്ഷമിക്കാൻ നബിക്ക് കഴിയില്ല, അല്ലെങ്കിൽ നബിക്ക് ഇപ്പോൾ കഴിയില്ല, അല്ലെങ്കിൽ കൂട്ടത്തിൽ എല്ലാവരോടൊപ്പവും അവരോട് ക്ഷമിക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ള ചില ആൾക്കാരുണ്ടായിരുന്നു. ആ ആൾക്കാർ നബിയെ വേട്ടയാടിയത് ബദറിലേക്കും ഉഹദിലേക്കും വന്ന സൈനികർ വേട്ടയാടിയത് പോലെയായിരുന്നില്ല. മറിച്ച് അവർ നബിയെ വേട്ടയാടിയതിന് ആയുധം കൊണ്ടുള്ള പ്രയോഗത്തേക്കാൾ വലിയ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക വിജയം പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം, എല്ലാവർക്കും പൊതു മാപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം പിന്നെ ചിലരെ എടുത്തു പറയുകയാണ്. അവരെ എവിടെ കണ്ടാലും ശിക്ഷിക്കണം നബി പ്രഖ്യാപിക്കുകയാണ്. എവിടെ കണ്ടാലും എന്നാൽ നബി തന്നെ വ്യക്തമാക്കി, കഅബാലയത്തിൻ്റെ ഖില്ലയുടെ ഉള്ളിൽ വെച്ച് കണ്ടാലും അവരെ വധിച്ചു കളയണം. അവരാരായിരുന്നു? അവർ ചെയ്ത പാതകം എന്തായിരുന്നു? പരിശോധിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.